ഹലോ, വെണ്ടക്ക കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാള അരിഞ്ഞു വെച്ചൊന്നും കൂടെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ 2 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഒരു നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് സോഫ്റ്റായി വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ സോഫ്റ്റാക്കി വെച്ചിട്ടുള്ള വെണ്ടക്ക ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് പുളിവെള്ളം കൂടെ അതിലേക്ക് ചേർക്കുക ഈ സമയത്ത്. എന്നിട്ട് ഉപ്പൊന്ന് നോക്കുക. ഉപ്പിന് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു അരപ്പ് റെഡിയാക്കുന്നുണ്ട്. ആ അരപ്പിലേക്ക് തേങ്ങേൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ വേറൊരു പൊടികളൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് കരിവേപ്പിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ വറവിടുക. കടുകും പൊട്ടിച്ച് വറ്റൽമുളകും കൂടെ പൊട്ടിച്ച് നമ്മൾ കറിയിലേക്ക് വറവിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.